നന്നായി വരും. നീ തിന്നാരെ അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും. ജോർജ് ചേട്ടാ, ജോർജ് ചേട്ടാ, എന്താടാ അതെ മറ്റേ പരസ്യത്തിന്റെ ഡിസൈൻ അങ്ങനെ മതി നോക്കി. ജോർജ് ചേട്ടാ, എന്താടാ പരസ്യം. ആ ചിരിക്കണ കൂടെ ചിരിക്കും. ഈ മൊബൈൽ നമ്പറിന്റെ വലിപ്പം കൂട്ടണം. അല്പം പ്രായമായവർക്കും വായിച്ചെടുക്കാൻ സാധിക്കണം. ഒരു 10 സെക്കൻഡെങ്കിലും ഇടണം, എങ്കിലേ ഇത് മുഴുവൻ വായിച്ചെടുക്കാൻ പറ്റൂ. ശരി, ഇതേ കംപ്ലൈന്റ് വരുന്നു. ഡാ നാക്കെടുത്ത് അറം പറ്റുന്ന വാക്കുകളെ പറയും. പോയി എടുക്കടാ. കംപ്ലൈന്റ് പറയാനല്ലാതെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കാറുണ്ട്? എന്റെ ഭാര്യ വിളിക്കാറില്ലേ? അതും ഒരു കംപ്ലൈന്റ് ബോക്സ് ആണല്ലോ. വലിയ വാച അടിക്കാതെ പോയി എടുത്തേ. യ്യോ. ആരായാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എന്നൊരു കാര്യം എന്താന്ന് ചോദിക്കും. ഹലോ റാണി വിഷൻ. അയ്യേ, എന്താ? ആരായിരുന്നു? പാറേപ്പള്ളി തോമാച്ചൻ. ആ അയാളുടെ വീടിൻ്റെ അടുത്തുള്ള ആംപ്ലിഫയർ കേടായിട്ടേ 3 ദിവസമായി. അത് അന്ന് തന്നെ ഞാൻ നിന്നോട് മാറ്റി വയ്ക്കാൻ പറഞ്ഞല്ലേ. ഞാനത് മറന്നു. ആ എങ്കിൽ കണക്കായി പോയി. നീ ഇത് കേൾക്കണ്ടവനാ. അടുത്ത് വരുന്നു. എടുക്ക്. ഇത് ചേട്ടൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇല്ല. എന്താ കാര്യം ചോദിക്കേ. ഹലോ റാണി വിഷൻ. അതെ ജോർജ് ചേട്ടനോ? ആ ഏ ജോർജ് ചേട്ടൻ ഇവിടെ ഇല്ല. എന്തെങ്കിലും പറയണോ? ആ പറയാം. ആ ആ ആ പറഞ്ഞേക്കാട്ടാ. അതെ ഇത് കംപ്ലൈൻ്റ് അല്ല, ഒരപേക്ഷയാണ്. ആര്? നമ്മുടെ പുത്തമ്പുരയിലെ ശങ്കരേട്ടനില്ലേ, എന്താ ഇന്ന് രാത്രി ഏപ്പട ഇടുന്നുണ്ടോ? അയാള് തളർന്നു കിടക്കല്ലേ? ഇടതുവശല്ലേ തളർന്നിട്ടുള്ളൂ, വലതുവശം നല്ല സ്ട്രോങ് അല്ലേ? അമ്മ എന്തേ? അടുക്കളയിൽ കാണു അച്ഛാ. നീ നേരത്തെ എഴുന്നേറ്റോ? ടെസ്റ്റ് പേപ്പർ അച്ഛാ. ആ പഠിച്ചോ പഠിച്ചോ. മുൻവശത്തെ വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറത്തില്ലേ? പിന്നെ കള്ളന്മാരൊക്കെ നേരം വെളുത്തിട്ടല്ലേ കക്കാൻ വരുന്നത്. ഇപ്പോഴത്തെ കള്ളന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാ. നിന്നെപ്പോലുള്ള മണക്കൂസുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കറിയാം. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ? കുളിമുറി പോയി നോക്ക്. നീ കൂടെ കുളിക്കാൻ വരുന്നു? അനു എവിടെ? ആ കണ്ണാടിയുടെ മുൻപിൽ നിപ്പുണ്ട്. എന്തൊരു ഒരുക്കോ ഇത്. അനുമോളെ, നമ്മുടെ മിസ് ഇന്ത്യയുടെ ഒരുക്കം കഴിഞ്ഞില്ലേ? അവളുടെ ഒരു സുഹിപ്പേര്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? നീയോ ചെയ്യൂല, എന്നിട്ട് നല്ലത് ചെയ്യുന്നവരെ കളിയാക്കുക. ഇന്നലെ വൈകിട്ട് ഓഫീസിന്റെ അവിടെ മഴ പെയ്തിരുന്നോ? ഇല്ല. ഇവിടെ പെയ്തോ? ഇല്ല. ഞാൻ ഇന്നലെ കുറേ തവണ ഫോൺ വിളിച്ചു, അപ്പൊ കിട്ടിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു മഴ പെയ്താ പിന്നെ ആ ഫോൺ പോക്കാണല്ലോ. അച്ഛനൊരു മൊബൈൽ വാങ്ങിച്ചൂടെ? അവിടെ ഇവിടെ റേഞ്ച് ഇല്ല, പിന്നെന്തിനാ? റേഞ്ച് വന്ന അച്ഛൻ മൊബൈൽ വാങ്ങും മിക്കവാറും. അച്ഛനൊരു മൊബൈൽ വരെ കണ്ടുവച്ചിട്ടുണ്ട്. വല്ല സെക്കൻഡ് ഹാൻഡും ആയിരിക്കും. അതുറപ്പല്ലേ? എന്തിനാ വിളിച്ചേന്ന് ചോദിച്ചില്ല. താല്പര്യമില്ല. അതെ, ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ ജോർജ് കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. 24 മണിക്കൂർ ആ ഓഫീസിലിരുന്ന് സിനിമ കണ്ടാ മതിയല്ലോ. 3 പെണ്ണുങ്ങൾ തനിയെ എവിടെ താമസിക്കുന്നത് അതോർത്തെങ്കിലും രാത്രിയിൽ ഇങ്ങോട്ടൊന്ന് വരിക. ഏയ്,
അതിനൊന്നും ഒരു അയ്യോ താല്പര്യം നിർത്ത് ഞാൻ വെറുതെ പറഞ്ഞ താല്പര്യമുണ്ട്, ഭയങ്കര താല്പര്യമുണ്ട്. പറ എന്തിനാ വിളിച്ചേ? പറയടാ, എന്തിനാ വിളിച്ചേ? ഞങ്ങൾക്കൊന്ന് തൊടുപുഴ വരെ പോണം. തൊടുപുഴയോ? എന്തിന്? കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗാ? എന്ത് ഷോപ്പിംഗ്? എനിക്കും പിള്ളേർക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണം. 6 മാസം മുമ്പല്ലേ തുണിയെടുത്ത്? അതൊക്കെ തീർന്നോ? അതെല്ലാം തന്നെ കീറിയും നരച്ചും പോയി. ഇത്ര പെട്ടെന്നോ? അതെ, അന്ന് ഞാൻ പറഞ്ഞതാ നല്ല കടയിൽ നിന്ന് വാങ്ങാന്ന്. അപ്പൊ ജോർജ് കുട്ടി പറഞ്ഞു പിള്ളേര് പെട്ടെന്ന് വളരും, അപ്പൊ വില കുറഞ്ഞത് വാങ്ങിയ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാലോന്ന്. എന്നിട്ട് ആ പേരും പറഞ്ഞ് എനിക്കും കുറെ തല്ലിപ്പൊളി സാരി വാങ്ങി തന്നു. എന്ന് ഞാൻ പറഞ്ഞോ? അച്ഛൻ പറഞ്ഞതാ. നേരാ, അച്ഛൻ അങ്ങനെ പറയുന്നത് ഞാനും കേട്ടതാ. ആ ശരി, അതിന് തൊടുപുഴ പോകുന്ന എന്തിനാ? ഇവിടെ അടുത്ത് നല്ല ഷോപ്പുണ്ട്, അവിടെ പോവാം. പോരാ, ഷോപ്പിംഗ് മാത്രമല്ല, ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കണം, നല്ലൊരു AC തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണണം. അമ്മേ, ഐസ്ക്രീം. ആ, ഐസ്ക്രീം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇരുപത്തിനാല് മണിക്കൂറും പുറത്തുകൂടി കറങ്ങി നടക്കുന്ന ആണുങ്ങൾക്ക് ഈ അടുക്കളയുടെ 4 കെട്ടിനുള്ളിൽ കഴിയുന്ന ഞങ്ങൾ സ്ത്രീകളുടെ മനസ്സറിയില്ല. ഞങ്ങൾക്കുണ്ട് ഇങ്ങനെ പല ആഗ്രഹങ്ങൾ. എടി, ഞാൻ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ അതെന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്, അല്ല സൂഹിക്കാനല്ല. നീ ഈ വീടിനകത്താണെങ്കിൽ അത് നിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഭാര്യ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം വീടിനകത്താണ്. അത് അവളുടെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ദുരിതമോ കഷ്ടപ്പാടോ ഒന്നും അല്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം. നീ ഇതൊക്കെ ആ സംയുക്ത കണ്ടുപഠിക്കേ. ഏത് സംയുക്ത? സംയുക്ത വർമ്മ, ബിജു മേനോന്റെ ഭാര്യ. പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുമ്പോഴേ ആ കുട്ടി വിവാഹം കഴിച്ചത്. ഇന്നവര് നല്ലൊരു ഭാര്യയും അമ്മയായിട്ട് ജീവിക്കുന്നു. കണ്ടുപഠിക്കേ. എന്ത് പറഞ്ഞാലും കുറെ സിനിമയും സിനിമാക്കാരെ വെച്ച് കുറെ ഉദാഹരണങ്ങളുണ്ട്. അമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. എനിക്കിതിന് മറുപടി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പറ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നീ പറ. അതെ, നിങ്ങൾ ഈ പറഞ്ഞ സംയുക്ത വർമ്മയുടെ ഭർത്താവ് ബിജു മേനോൻ ആള് മിടുക്കനാ. കോടിക്കണക്കിന് രൂപയാ സമ്പാദിക്കുന്നത്. സംയുക്തയ്ക്ക് വീട്ടിൽ ജോലിക്കാര്, കാറ്, ഡ്രൈവർ, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാ കൊടുക്കുന്നത്. അതും കൂടാതെ അവരിടയ്ക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ ടൂറും പോവാറുണ്ട്. ഈ ഇടയ്ക്ക് ബിജു മേനോന് തിരക്കായതുകൊണ്ട് സംയുക്തയും മകനെയും തന്നെ അമേരിക്കക്ക് വിട്ടു. അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. പിന്നെ ഇവളത്തെ ചോദിച്ചിട്ടില്ല അവര് വിദേശ യാത്ര പോകുന്നത്. അമ്മ പറഞ്ഞ ശരി അച്ഛാ, വനിതയിലുണ്ടായിരുന്നു. ഇനി സാധനം വീട്ടിൽ കെട്ടി പോരുത്. ഒരു വനിത. അതും അവരെങ്ങനെ പോയെന്നറിയോ? വിമാനത്തിൽ. പിന്നെ അമേരിക്കയിലേക്ക് വിമാനത്തില്ലാതെ ഓട്ടോറിക്ഷ പോകാൻ പറ്റുമോ? അച്ഛാ, നമ്മൾ എന്തെങ്കിലും അമേരിക്കക്ക് പോവോ? അതെ, നമുക്ക് ഈ സംസാരം ഇവിടെ ചേർത്താം. ശനിയാഴ്ച ഷോപ്പിംഗ്. തൊടുപുഴയ്ക്ക്. തൊടുപുഴയെങ്കിൽ തൊടുപുഴ. ആ, ഇപ്പൊ നോക്കിയാലോ ഷോപ്പിംഗ്. ഇതെന്തിനാ ഇവിടെ കുഴിക്കുന്നേ? ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാന്. അതിന് ജോർജ് കുട്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? 2-3 പണിക്കാരെ വിളിച്ച് ചെയ്യിച്ചാ പോരെ? ഇന്നൊരാളെ കിളക്കാൻ വിളിച്ച എന്താ കൂലിന്നറിയാം? എന്നാ പിന്നെ കുറച്ച് രാസവളം മേടിച്ചാ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. നിന്നെപ്പോലുള്ള വിവരദോഷികൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. നാടോടുമ്പോ നടുവേ ഓടണം, അല്ലാതെ കണ്ട്. എടി, നിനക്ക് ഈ മണ്ണിര എന്താണെന്നറിയോ? അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചൂണ്ടയിടാൻ ഇരയ്ക്ക് വേണ്ടി മമ്മട്ടി എടുത്തൊന്ന് കിളച്ചാ മതി, അതിൽ കാണും 10-20 എണ്ണം. ഇന്ന് 10 സെന്റ് കുഴിച്ചാ ഒരെണ്ണം കിട്ടിയ ഭാഗ്യം. ഈ രാസവള ഇതിനെയൊക്കെ നശിപ്പിച്ച്. അതുകൊണ്ട് എന്ത് പറ്റി? വിളകൾക്കെല്ലാം രോഗങ്ങൾ. മനുഷ്യര് എളുപ്പപ്പണി നോക്കിയ. ഒരു പേപ്പർ പോലും വായിക്കാത്ത ജോർജ് കുട്ടിക്ക് ഈ അറിവൊക്കെ എങ്ങനെ കിട്ടുന്നു? കുറെ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ അറിവുണ്ടാകണമെന്നില്ല. അതിന് നിരീക്ഷണ ബുദ്ധി വേണം. നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഹലോ, കൂടുതൽ ഗീർവാണമൊന്നും വിടണ്ട. ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞാനും കണ്ടതാ. പണിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ലാഭിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ദയ തോന്നി ചോദിച്ചതാണേ. അതേടി, ഞാനിങ്ങനെ ലാഭിച്ച് സ്വരൂപ് കൂട്ടി ഉണ്ടാക്കിയെടുത്തതാ ഈ 5 ഏക്കറും വീടും. തരിശായിട്ട് കിടന്ന ഈ സ്ഥലം ദയവ് ചെയ്ത് ആ കഥ ഇനി പറയരുതേ. ഞാനും പിള്ളേര് ഈ കഥ കേട്ട് മടുത്തു. ദേ, ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇത് പൊങ്ങച്ചമല്ല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാ, ആത്മവിശ്വാസമാ. പൊങ്ങച്ചം പറയുന്നത് നീയാ. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ നീ എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. ജോർജ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആഴ്ച ഷോപ്പിങ്ങിന് പോവാണെന്ന്. ആകെപ്പാടെ വർഷത്തിൽ 1-2 തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം, എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇളിക്കാൻ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത്? നീ ഒരു തുണിയില്ലാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ.
ഇടി എല്ല് മുറിയെ പണിതാ പല്ല് മുറിയെ തിന്നാം. എനിക്കിപ്പോ പല്ല് മുറിയെ തിന്നണ്ട. ആ, അതാണ്.